മക്കളെ, യെസ് അഭിനയ മിസ് ഹിയർ. അപ്പോൾ ഇന്ന് മിസ് വന്നേക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പായിട്ടാട്ടോ. ഓക്കെ. അപ്പോൾ അതിന് മുന്നേ മിസ് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ആരെങ്കിലും നമ്മൾ എജുപോർട്ടിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ എന്ത് ചെയ്തോളൂ, ജോയിൻ ചെയ്തോളൂ. ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് നമ്മൾ ക്ലാസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്, ഡെയിലി സ്കെഡ്യൂള്, അതുപോലെ തന്നെ എന്താ നമുക്ക് ക്വസ്റ്റ്യൻസ്, അഡാപ്റ്റ് ക്വസ്റ്റ്യൻസ്, ചെക്ക് പോയിന്റ്സ്, ഡെയിലി ടാസ്ക് ഒക്കെ നിങ്ങൾക്ക് ആപ്പിൽ കിട്ടുന്നതായിരിക്കും. ഇനി ഏതെങ്കിലും ഫ്രണ്ട്സിനങ്ങാൻ നമ്മൾ എജുപോർട്ടിൽ ജോയിൻ ചെയ്യണം എന്ന ആഗ്രഹം ഉള്ളവർക്കും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെ യൂസ്ഫുൾ ടിപ്സുമായിട്ട് നമ്മൾ എജുപോർട്ടിൻ്റെ അടിപൊളി ഫാക്കൽറ്റീസ് ഒക്കെ എന്താണ് വീക്ക്ലി വരുന്നതായിരിക്കും കേട്ടോ. അപ്പം മിസ് പറയാൻ വന്നത്, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ സ്റ്റഡീസ് അല്ലേ. നമുക്ക് സ്റ്റഡീസിൽ എങ്ങനെ കൂടുതൽ ഫോക്കസ് ആക്കാൻ പറ്റും എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് മിസ് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് വൺ ആണ് യുവർ വിഷ്. അതായത് നിങ്ങളെ ഇഷ്ടം പോലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങളെ ബ്രെയിനാണ്, നിങ്ങളെ മനസ്സാണ് ഒക്കെ നിങ്ങളെയാണ് അല്ലേ. ഇപ്പൊ വേറൊരാൾ വന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ പഠിക്കൂ അല്ലെ, ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പഠിക്കുന്നത്, ഞാൻ ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുകയാണ്, നീ അങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുമോടോ? പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ, അതിന് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നാൽ നിങ്ങളെ ഇഷ്ടം പോലെ, ഇപ്പം നിങ്ങൾക്ക് ടൈം ആയാലും ഇപ്പം നമ്മൾ പറയും രാവിലെ എണീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയും. അപ്പോൾ ഈ രാവിലെ എണീറ്റ് പഠിച്ചാൽ നല്ലതാണ്, ഓക്കെയാണ്. ബട്ട് അത് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? രാവിലെ നിങ്ങൾ പഠിക്കേണ്ട. ഓക്കെ, നിങ്ങൾ നൈറ്റോ നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം, ആ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കണം. നിങ്ങൾക്ക് എപ്പോഴാണോ പഠിച്ചിട്ട് മനസ്സിലാവുന്നത്, നിങ്ങൾക്ക് എപ്പോഴാണോ പഠിച്ചിട്ട് ഓക്കെ ആവുന്നത്, നിങ്ങൾക്ക് എപ്പോഴാണോ പഠിക്കാൻ പറ്റുന്നത്, ആ ഒരു ടൈമിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യേണ്ടുള്ളൂ, പഠിക്കേണ്ടേ ഉള്ളൂ. അതുപോലെ പഠിക്കേണ്ട മെത്തേഡും നിങ്ങൾ തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്. ചില ആൾക്ക് എന്തായിരിക്കും, എഴുതി പഠിച്ചാൽ മതിയായിരിക്കും. ചിലവർക്ക് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചാൽ മതിയായിരിക്കും. മാക്സിമം ഈ ബൈഹാർട്ടിങ് ഒഴിവാക്കുക കേട്ടോ. അതുപോലെ ചില ആൾക്കാർക്ക് മനസ്സിലാക്കി പഠിക്കാം. ചില ആൾക്കാർ എന്ത് ചെയ്യും, ഈ പഠിപ്പിക്കും അല്ലെ, മുന്നിലുള്ള ആൾക്കാരെ എന്താണ് കുട്ടിയായി കണ്ട് ടീച്ചിങ് മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യും, ചൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല മെത്തേഡ് തന്നെയാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എന്താണ് യൂസ്ഫുൾ ആവും. അപ്പോൾ നിങ്ങളുടെ മെത്തേഡ് ഏതാണോ അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ കണ്ടെത്തണം. ഇപ്പം മിസ്സല്ല നിങ്ങൾക്ക് ഇതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുമെന്ന് മിസ്സല്ല പറഞ്ഞു തരേണ്ടത്. മിസ്സിന് ഓക്കെ ആയിരിക്കും മിസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, നിങ്ങളെ മെത്തേഡ് എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് കണ്ടെത്തുക. ഓക്കെ. പിന്നെ നമ്മളെ സെക്കൻഡ് വൺ ആണ് നമ്മുടെ ടൈം അല്ലേ. ഈ ടൈം മാനേജ്മെന്റ് അല്ലേ. മിസ് പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾ എന്താണ് 10 മണി വരെ നിങ്ങൾ ഇങ്ങനെ റീല് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. റീൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഠിക്കാനുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു ടൈം സെറ്റ് ചെയ്യുക. ഓക്കെ, ഒരു 10:15 ഒരു 10:50 വരെ നമുക്ക് എന്ത് ചെയ്യാം, റീല് കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത്ര പാർട്ട് പഠിക്കും. ഓക്കെ, ഇത്ര ടൈം പഠിക്കുന്നില്ല, ഇത്ര പാർട്ട് നമ്മൾ പഠിക്കും. അതിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴാണോ അത് പഠിച്ച് കഴിയുന്നത് അതുവരെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇത്ര പാർട്ട് എന്ത് ചെയ്യും, പഠിക്കുന്നത് നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് 10:15 എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ ഫോൺ മാറ്റി വെച്ച് നിങ്ങൾ പഠിക്കാനിരിക്കുക. ഓക്കെ. അപ്പം നമുക്ക് ഇന്റർവെൽ വേണം അല്ലേ, വേണ്ടേ? ഈ കണ്ടിന്യൂസ് ഒരാൾക്കും പഠിക്കാൻ പറ്റില്ല. ഒരാൾക്കും എന്നല്ല, നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യില്ല, കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇരിക്കില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, പിന്നെയും മൊബൈൽ ഫോൺ എടുക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ സ്റ്റഡീസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, ആ സ്റ്റഡീൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു ഇന്റർവെൽ വേണമെങ്കിൽ നിങ്ങൾ പിന്നെയും മൊബൈൽ ഫോൺ എടുക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് സമയം അമ്മേൻ്റെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ ഉമ്മ ആരുടെ അടുത്തെങ്കിലോ അങ്ങനെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക, ടൈം സ്പെൻഡ് ചെയ്യുക. എന്നിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും അത് കംപ്ലീറ്റ് ചെയ്യാൻ, അതായത് ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് ആ ഒരു ഡെഡ് ലൈൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കണം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുപോലെയാണ് ഈ ഫോഴ്സിങ് നിങ്ങൾ അപ്പാടെ എടുത്തു മാറ്റണം. അത് മാറ്റണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളെ കാര്യം ചെയ്യുന്നുണ്ടെന്ന് ആർക്ക് തോന്നണം, നമ്മളെ പാരൻസിന് തോന്നണം അല്ലേ. നമ്മളെ പാരൻസ് ആണ്, നമ്മൾ പഠിച്ചില്ലെങ്കിൽ അവർക്ക് വിഷമാവും. അവർ നമ്മൾ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുക അല്ലേ, അവർക്ക് നന്നായി വിഷമാവും. നമ്മളെ പാരൻസ് ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ഫോഴ്സ് ചെയ്യുന്നത്, മോനെ പഠിക്കുക അല്ലേ, മോളെ പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക അല്ലേ, നല്ല ജോലി വേണം, പഠിച്ചാലേ എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, പഠിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഉണ്ടാവും, അത് ഓർമ്മിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ ഫോഴ്സിങ് നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടാവും അല്ലേ. അത് ഒഴിവാക്കാനായിട്ട് നിങ്ങളെ കാര്യം ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. നിങ്ങളിപ്പോൾ ഒരു 10 മണി വരെ ഓക്കെ യൂട്യൂബ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം അമ്മ വന്ന് പറയുന്നുണ്ടാവും, എന്താ പഠിക്കാതല്ലേ, പഠിക്ക് പോയിട്ട് അങ്ങനെ ഫോഴ്സ് ചെയ്യുന്നുണ്ടാവും. അപ്പം നിങ്ങൾ എന്ത് പറയണം, ഒരു 10 മിനിറ്റ്സ് ഓക്കെ, ഇപ്പം 10:10 അല്ലെങ്കിൽ 10:15 ഞാൻ പോയി പഠിക്കാം. അത് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, വെറുതെ പറയാൻ പാടില്ല. ആ കറക്റ്റ് ടൈമിൽ നിങ്ങൾ പോയി പഠിച്ചിരിക്കണം. അങ്ങനെ ഒരു 2-3 ദിവസം നിങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തോളൂ. അവർ ഫോഴ്സിങ് താനെ ഒഴിവായിക്കോളും. ഈ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുമ്പം നിങ്ങളും നിങ്ങളുടെ സ്റ്റഡീസും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കൂടുതലാവാനുള്ള ചാൻസ് 100% ഷുവറാണ്. ഓക്കെ, ചാൻസ് അല്ല 100%
100% ഷുവറാണ്. ഒരാൾ ഫോഴ്സ് ചെയ്തിട്ട് ഈ സ്റ്റഡീൻ്റെ കാര്യത്തിലോ ഏത് കാര്യത്തിലോ ഒരാളും ഫോഴ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഇഷ്ടപ്പെട്ട് ചെയ്യണം. ഒന്നിനും നമ്മൾ കഷ്ടപ്പെട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഇഷ്ടപ്പെടാൻ പാടില്ല. ഓക്കെ, നമുക്ക് വേണ്ടുന്ന കാര്യമാണെങ്കിൽ അത് എന്ത് ചെയ്യണം, നമ്മൾ 100% കൂടി തന്നെ ഇട്ടിട്ട് എന്ത് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫോഴ്സിങ് എന്ത് ചെയ്യുക, നിർത്താം. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, ഡെഡ് ലൈൻ. എന്താണ് ഈ ഡെഡ് ലൈൻ? മിസ് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് നാളെ ഒരു എക്സാം ഉണ്ട് അല്ലേ, പോട്ടെ ഒരു 4 days കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഇന്നെങ്കിലും ടീച്ചേഴ്സ് പറയുന്നുണ്ടാവും അല്ലേ, എന്താ ഇപ്പം നെക്സ്റ്റ് വെനസ്ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് തേഴ്സ്ഡേ നിങ്ങൾക്ക് എക്സാം ഉണ്ടെന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഓക്കെ ഞാൻ ഒരു ട്യൂസ്ഡേ ആകുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യും, ഈ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിച്ചു വെക്കും. ഒരു ഡേറ്റ് സെറ്റ് ചെയ്യുക. എന്താണ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്? ഡേറ്റ് സെറ്റ് ചെയ്യുക. ഓക്കെ, ഡേറ്റ് നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെയാണ് ഡേറ്റ് സെറ്റ് ചെയ്യേണ്ടത്. നിങ്ങളാണ് പഠിച്ച് കവർ ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, ഡേറ്റ് സെറ്റ് ചെയ്യുക. അതിനിപ്പോൾ എക്സാമിനായിക്കോട്ടെ, പ്രൊജക്റ്റിനായിക്കോട്ടെ, അസൈൻമെൻറ്റിനായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഓക്കെ, നമ്മളെന്ന് പറഞ്ഞാൽ വെറുതെ സ്റ്റഡി മാത്രം കൊണ്ടുപോയാൽ മതിയോ? നമ്മളിപ്പം പഠിക്കുക അത് മാത്രം കൊണ്ടുപോയാൽ മതിയോ? പോരല്ലേ. നമുക്ക് എന്തൊക്കെ ചെയ്യാം, നമുക്ക് TV കാണണം, ഫ്രണ്ട്സിൻ്റെ ഒപ്പം കളിക്കാൻ പോകണം അല്ലേ, റീൽസ് നോക്കണം, യൂട്യൂബ് നോക്കണം, ഗെയിം കളിക്കണം, ഒക്കെ ചെയ്യണം. ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും നമ്മൾ മാറ്റി വെക്കുമാണ് നമ്മൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ വല്ലാതെ ഒരു ഇറിറ്റേഷൻ തോന്നുക, അല്ലെങ്കിൽ അതിനോടൊരു വെറുപ്പ് തോന്നുക. നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതിൽ കൂടുതൽ പ്രയോറിറ്റി ആർക്ക് കൊടുക്കണം, നമ്മളെ സ്റ്റഡീസിന് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിങ്ങൾ തന്നെ മാത്രമേ അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനു വേണ്ടി പ്രവർത്തിക്കാൻ പറ്റും. നിങ്ങൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മക്കളെ, അതിനു വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ മെത്തേഡൊന്നും മിസ് കമ്പൽസറി ആയിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യണം എന്നൊന്നുമല്ല പറഞ്ഞത്. കുറേ ആൾക്കാർക്ക് വർക്കൗട്ടായ കൂടുതൽ ആൾക്കാർക്ക് വർക്കൗട്ടായ കുറച്ച് മെത്തേഡ്സ് ആണ് മിസ് ഇവിടെ പറഞ്ഞത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ട്രൈ ചെയ്യാൻ മാത്രമേ മിസ് പറയുന്നുള്ളൂ. ഓക്കെ, ഉപദേശമൊന്നും അല്ല, മിസ്സിന് ഒരു റിക്വസ്റ്റ് ആയിട്ട് കണ്ടാൽ മതി കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാൻ മാത്രമേ മിസ് പറയുന്നുള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് വർക്കൗട്ട് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സ്റ്റഡി എന്ത് ചെയ്യും, കൂടുതൽ അധികം നിങ്ങൾക്ക് ഇത് ഭയങ്കര ബേർഡനാണ്, ഇത് വളരെ ബുദ്ധിമുട്ടാണ് തോന്നാത്ത രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾക്ക് സ്റ്റഡീസ് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ മിസ് ഒന്നുകൂടി പറയുകയാണ്, നമ്മൾ ക്ലാസ് 6ൻ്റെ എഡ്യൂപോർട്ടിലെ സൂപ്പർ ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. നമുക്കറിയാം എക്സാം ഒക്കെ ഉണ്ട്. മിസ് മുന്നേ വീഡിയോ ഇട്ടായിരുന്നു. എക്സാം ഒന്നും മാറ്റി വെച്ചിട്ടൊന്നുമില്ല. ഓണം എക്സാം പോലെ തന്നെ നടക്കും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ നമ്മൾ ആപ്പിലെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ആപ്പിൽ കാണാം. ഓക്കെ.